ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ടീമിലെ എല്ലാ താരങ്ങളും അമേരിക്കയിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇനി T20 വേൾഡ് കപ്പിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വിരാട് കോഹ്ലി മാത്രം ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിട്ടില്ല. കോഹ്ലിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. വിരാട് കോഹ്ലി എന്താണ് വൈകുന്നതെന്ന് വ്യക്തമല്ല. ജൂൺ 1 ബംഗ്ലാദേശുമായിട്ട് സന്നാഹ മത്സരമുണ്ട്. അതിൽ കോഹ്ലിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. കോഹ്ലി എന്നാണ് ടീമിലേക്ക് എത്തുന്നതെന്ന് അറിയാൻ സാധിക്കുന്നില്ല. കോഹ്ലിക്ക് ചില മത്സരങ്ങൾ നഷ്ടപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജുവുമായി ബന്ധപ്പെട്ടതാണ്. ലോകകപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. അതുപോലെ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുമാണ്. ഇപ്പോഴത്തെ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താകാൻ പോവുകയാണ്. ഹാർദിക് പാണ്ഡ്യയും ഭാര്യ നടാഷയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. പാണ്ഡ്യയുടെ ഭാര്യ നടാഷ ഡൈവോഴ്സിന് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ പാണ്ഡ്യയുടെ സ്വത്തിന്റെ 70% ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാണ്ഡ്യ ഇപ്പോൾ നല്ല നിലയിലല്ല. പാണ്ഡ്യ മാനസികമായി സമ്മർദ്ദത്തിലാണ്. അതുപോലെ പാണ്ഡ്യക്കെതിരെ കേസും വരുന്നുണ്ട്. പാണ്ഡ്യ ചിലപ്പോൾ വേൾഡ് കപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് പുതിയൊരു വൈസ് ക്യാപ്റ്റനെ ആവശ്യമാണ്. മലയാളി താരം സഞ്ജു വൈസ് ക്യാപ്റ്റൻ ആകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. രാജസ്ഥാൻ ടീമിനെ സഞ്ജു മികച്ച രീതിയിലാണ് മുന്നോട്ട് നയിച്ചത്. പാണ്ഡ്യ പുറത്തായാൽ സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വൈസ് ക്യാപ്റ്റൻ ആയാൽ സഞ്ജുവിനെ കോളടിച്ചു. കാരണം എല്ലാ മാച്ചിലും പ്ലേയിങ് 11 ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.